ശ്രീകൃഷ്ണന്റെ നിത്യപത്നിയായ രാധയുടെ ജനനത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. രാധ ലക്ഷ്മി ദേവിയുടെ അവതാരമായി കരുതുന്നു. വിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കാൻ ഒരുങ്ങുമ്പോൾ ലക്ഷ്മി ദേവി ഭൂമിയിൽ എത്താൻ മടിച്ചു. വിഷ്ണു അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു വ്യവസ്ഥ വെച്ചു: കൃഷ്ണനെ ആദ്യമായി കണ്ട ശേഷമേ കണ്ണുകൾ തുറക്കൂ. വിഷ്ണു ഇത് സമ്മതിക്കുകയും അവൾ ഭൂമിയിൽ ജനിക്കാൻ തയ്യാറാവുകയും ചെയ്തു. രാധയുടെ ജന്മദിനം രാധാഷ്ടമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭദ്രപദ മാസത്തിലെ ഒരു അർദ്ധചന്ദ്രരാത്രിയിൽ വൃഷഭാനു മഹാരാജാവ് യമുനാ നദിയിലേക്ക് സ്നാനം ചെയ്യാൻ പോയപ്പോൾ വെള്ളത്തിൽ ഒരു വലിയ താമര നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു. താമരയിൽ ഒരു സുന്ദരിയായ പെൺകുഞ്ഞ് കിടക്കുന്നു. 1000 സൂര്യന്മാരെപ്പോലെയും പ്രകാശമേറിയ സ്വർണ്ണ പ്രഭാവലയം അവളെ ചുറ്റിയിരുന്നു. വൃഷഭാനു രാജാവ് ആ പെൺകുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയി. ഭാര്യ കീർത്തിത കുഞ്ഞിനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. അവൾക്ക് രാധ എന്ന പേര് നൽകി. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാധ കണ്ണു തുറക്കുന്നില്ലെന്ന് അവർ ശ്രദ്ധിച്ചു. രാജാവും ഭാര്യയും കുഞ്ഞ് അന്ധയായിരിക്കുമോ എന്ന ഭയത്തിൽ അകപ്പെട്ടുപോയി. അപ്പോൾ നാരദമുനി അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു ഒരു വലിയ ആഘോഷം നടത്താനും കൃഷ്ണന്റെ അമ്മയെയും അച്ഛനെയും കൂട്ടി എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിക്കാനും ഉപദേശിച്ചു. ആഘോഷ ദിവസം കൃഷ്ണന്റെയും ബലരാമന്റെയും കുടുംബം ഉൾപ്പെടെ എല്ലാവരും എത്തി. കൊച്ചു കൃഷ്ണൻ ചുറ്റും ഇഴയുന്ന സമയത്ത് രാധയുടെ കട്ടിലേക്ക് എത്തി അവളിലേക്ക് നോക്കി. അന്നേ നിമിഷം രാധ തന്റെ കണ്ണുകൾ ആദ്യമായി തുറന്നു. അവളുടെ നോട്ടം കൃഷ്ണനെ മാത്രം കണ്ടു. വൃഷഭാനുവും കീർത്തിതയും അവളുടെ കണ്ണുകൾ തുറന്ന സന്തോഷത്തിൽ ആനന്ദിച്ചു.